ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നിന്റെ ഇവിടെ ആരുമില്ല. അച്ഛനെ കാണണമെന്നും പറഞ്ഞ് ഈ വഴിക്കെങ്ങും വന്നു പോരുത്. പറഞ്ഞു കേട്ടോടാ. സ്വന്തമാണ് ബന്ധമാണെന്നും പറഞ്ഞ് എന്റെ വീടിന്റെ പടി നീ ഇനി ചവിട്ടരുത്. സോമശേഖര സർ, ഇവനെ കൊണ്ടുപോയി അവിടെ തള്ളു. ശരി സർ. ബാക്കി ഇവരവിടെ കിടന്ന് ചിന്തിക്കട്ടെ. അങ്ങോട്ട് കിടക്കട. ശാരദാമ്മേ, അനൂപ. മനസ്സിലായി. നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയെ ICU കയറ്റിയേക്കുക. അതുകൊണ്ട് 1-2 ദിവസം കഴിഞ്ഞ് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റൂ. നൂറെന്തിയേ? അവൾക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമുണ്ട്. അവളെ നസീറിന്റെ വാപ്പ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. ശാരദമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് വാക്ക് തന്നല്ലേ, എന്നിട്ടാണോ അവളെ പറഞ്ഞു വിട്ടത്? ഇത് ചതിയായിപ്പോയി ശാരദാമ്മേ, വലിയ ചതി. അതേടാ, ഞാൻ ചതിച്ചത് തന്നെയാ. മനഃപൂർവ്വം ചതിച്ചതാ. നിന്റെ അമ്മ ചെയ്ത ദ്രോഹത്തിനെ ഞാനേ ഈ രീതിയിൽ അങ്ങ് പ്രതികാരം ചെയ്തു എന്നങ്ങ് കരുതിയാ മതി. ഇനിയും ചതിക്കും. എന്റെ ഉള്ളിലെ ദേഷ്യം തീരുന്ന വരെ ഞാൻ ചതിക്കും. എനിക്കെന്താ ചതിക്കാൻ പാടില്ലേ? ശാരദാമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവൂല. എല്ലാം മനസ്സിലാക്കി അനുഭവിക്കാനായിട്ട് ശാരദ ഇവിടെ ഉണ്ടല്ലോ. നീ എന്തൊക്കെ കുഴപ്പങ്ങളാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പോയെന്നറിയോ? നിന്റെ അമ്മയായിട്ട് ഈ കുടുംബം തകർത്തു. ഇപ്പം നീ ആയിട്ട് ദേ ഞങ്ങളുടെ സമാധാനം കൂടെ കെടുത്തുക. ഇത്രയൊക്കെ ദ്രോഹം ചെയ്യാൻ ഞാനും എന്റെ കുടുംബവും നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? മകനെ പോലെ നിന്നെ സ്നേഹിച്ചതോ? പറയടാ. എടാ, നീ ഞങ്ങള് ജയിലിൽ കയറ്റുവോ? ശാരദാമ്മേ, എന്താ അവിടെ ഉണ്ടായെന്ന് പറ. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. അയ്യോ, ആ പേര് ഉച്ചരിച്ചു പോരുത്. അതിനുള്ള അർഹത പോലും നിനക്കില്ല. ഇനി നീ ഇങ്ങോട്ട് മേലാ ഫോണും ചെയ്തു പോരുത്. ഇതേ, ഇനി നിന്റെ ഇവിടെ ആരുമില്ല. അച്ഛനെ കാണണമെന്നും പറഞ്ഞ് ഈ വഴിക്കെങ്ങും വന്നു പോരുത്. പറഞ്ഞു കേട്ടോടാ. സ്വന്തമാണ് ബന്ധമാണെന്നും പറഞ്ഞ് എന്റെ വീടിന്റെ പടി നീ ഇനി ചവിട്ടരുത്. കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഉണ്ടെങ്കിലും ശാരദ ഇതുവരെ ആരെയും പേടിച്ചു കഴിഞ്ഞിട്ടില്ല. നീ കാരണം, നിന്റെ പ്രവൃത്തി കാരണം ഞങ്ങൾ ഇവിടെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാ. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുള്ളൂ. ഇനി ഞങ്ങൾ എങ്ങനെ സ്നേഹിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. കേട്ടോടാ. ഹലോ ശാരദാമ്മേ, ഹലോ. അയ്യോ, ഈ ശാരദാമ്മയ്ക്ക് ഇത് എന്തു പറ്റി? ശാരദേ, നീ എന്തിനാ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത്? ഇത്രയധികം ദേഷ്യത്തിൽ സംസാരിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ആഹാ, ഒന്നും ഉണ്ടായില്ലേ. ഞാൻ സംസാരിച്ചത് അനൂപിനോടാ, നിങ്ങളുടെ മോനോട്. അവൻ ഒറ്റ കാരണമാ നമ്മളിപ്പോ ഈ തീ തിന്നേണ്ടി വരുന്നത്. അവൻ കാരണം തന്നെയാ ഈ കാണുന്ന പൊല്ലാപ്പൊക്കെ എടുത്ത് തലയിൽ വെച്ചത്. ശാരദേ, ഒരബദ്ധം സംഭവിച്ചു പോയി. അതെന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയൊരബദ്ധം തന്നെയാ. ഞാനത് സമ്മതിക്കുന്നു.
നിങ്ങളല്ല ഗോപാലേട്ടാ അത് ചെയ്തത്, അത് ഞാൻ ചെയ്തതാ. നിങ്ങൾ വെറുതെ എന്നെ രക്ഷിക്കാൻ വേണ്ടി കുറ്റമൊന്നും ഏറ്റുപിടിക്കണ്ട. അതങ്ങനെയല്ല ശാരദേ, നീ കാരണം അല്ല അവൻ മരിച്ചത്. അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാ. അല്ല ഗോപാലേട്ടാ, ഞാൻ തള്ളിയപ്പോഴാവൻ വീണത്. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്ത് അന്വേഷണം വന്നാലും അത് നേരിടാനുള്ള വഴികളും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത്? നീ ഇത്ര വെള്ളം കുടിച്ചേ, എന്നിട്ട് സമാധാനത്തോടെ ഇവിടെ ഇരുന്ന്. വെള്ളമൊക്കെ ഞാൻ കുടിച്ചോളാം, നിങ്ങൾ അതവിടെ വയ്ക്കേ. എന്നാ പിന്നെ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാ പിന്നെ നമ്മൾ ചെന്ന് നിൽക്കുന്നത് വലിയൊരു ദുരന്തത്തിലായിരിക്കും. നമ്മളല്ലാതെ മറ്റാരും ഇത് അറിയരുത്. നമ്മുടെ മോള് ശാലിനി പോലും. നീ സമാധാനായിട്ടിരിക്കും. ഒരാളും ഒരു കാര്യവും പറഞ്ഞ് ഇതിന്റെ പേരിൽ നിന്റെ മുന്നിലേക്ക് വരില്ല. അതിന് ഞാൻ തന്നെയാ ഗ്യാരണ്ടി. ഇനി അഥവാ ഇതിന്റെ പേരിൽ എന്തെങ്കിലും അന്വേഷണം വന്നാൽ തന്നെ അത് ഞാൻ നേരിട്ടോളാം. അത് മറ്റൊരാളിലേക്ക് എത്തില്ല. ശാരദേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. വെറുതെ ടെൻഷൻ അടിച്ച് നീ മറ്റുള്ളവർക്ക് സംശയം കൊടുക്കാതിരുന്നാ മതി. സമാധാനായിട്ടിരിക്കും. ഞാനല്ലേ പറയുന്നത്. എനിക്കൊന്നും അറിയില്ല ഗോപാലേട്ടാ. ഈശ്വര, ദേവി, ഒരബദ്ധം പറ്റിപ്പോയി. മനഃപൂർവ്വമല്ല. രക്ഷിക്കണം. എത്രയോ ഊരാക്കൊടുക്കിൽ നിന്ന് അവിടുന്ന് എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. സ്വയം രക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ ഒന്ന് കാത്തുകൊള്ളണേ. ഒരു ജീവൻ, അതെടുക്കാൻ ഒരാൾക്കും അവകാശമില്ല. അത് ശരിയാ. പക്ഷെ സംഭവിച്ചു പോയി. അവൻ ഞങ്ങളെ കൊണ്ടത് ചെയ്യിച്ചതാ. മനസ്സ് ഇപ്പൊ പിടിച്ചെടുത്ത് കിട്ടുന്നില്ല ദേവി. രക്ഷിക്കണം. അവിടെ നിന്നല്ലാതെ മറ്റൊരാശ്രയം ഞങ്ങൾക്കില്ല. ഈ ഒരു വലിയ കുരുക്കിൽ നിന്നും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്റെ പൊന്നു ദേവി.